ഒരിക്കൽ കർത്താവിനോട് ശിഷ്യന്മാർ വന്ന് പറയുന്നുണ്ട്, കർത്താവെ ഞങ്ങൾ വഴിയിൽ വെച്ചെടുത്തന്നെ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഞങ്ങളവനെ പ്രതികൂലിച്ചു. കർത്താവിന് വേണ്ട, എനിക്ക് പ്രതികൂലമല്ലാത്തതിന് അനുകൂലമാണ്. പക്ഷെ അതുകൊണ്ട് കർത്താവിനെ മിനിസ്റ്റർ എടുത്തില്ല, അവൻ്റെ ശുശ്രൂഷ നിലനിന്നായിട്ടിവിടെ പറയുന്നില്ല. ആ നാമം ആർക്കും ഉപയോഗിക്കാം, ആ നാമം ഉപയോഗിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് പരിജ്ഞാനത്തോടെ നാം ഉപയോഗിക്കണം. ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും. മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അവൻ അടയാളങ്ങളാൽ അത്ഭുതങ്ങളാലും വചനത്തെ ഉറപ്പിച്ചു. ഇത് ദൈവസഭയ്ക്ക് ആവശ്യമാണ്. ദൈവസഭയ്ക്ക് ദൈവം ആക്കിയിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിളാണ് അത്ഭുതം അടയാളം. അതിനെ ഒരാൾക്ക് നിഷേധിക്കാൻ ഒക്കത്തില്ല. ചിലർ പറഞ്ഞാൽ ഞങ്ങൾ ശുദ്ധമായ വചനം മാത്രം പറഞ്ഞു. ശുദ്ധമായ വചനം മാത്രം പറയുകയല്ല, ആ വചനം നിങ്ങൾ പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. യേശുവ 4 പേര് ചുമക്കൊണ്ട് വന്ന പക്ഷപാതക്കാരനോട് കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. എന്തു പറഞ്ഞു? ഭൂമിയിൽ മനുഷ്യപുത്രന് പാപം മോചിപ്പാൻ അധികാരമുണ്ട്. യേശു സൗഖ്യദായകനാണെന്ന് പറയുമ്പോൾ ആ സൗഖ്യം നിങ്ങൾ ചെയ്യുകയല്ല, ആ നാമത്തിൽ നടത്താൻ, ആ നാമത്തിൽ സൗഖ്യമാകുമെന്ന് പറയാൻ, അത് ജനങ്ങൾ കാണാൻ നമുക്ക് അവകാശമുണ്ട്. ദൈവത്തിൻ്റെ ഹിതമാ സൗഖ്യമായോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു പ്രദർശനം ദൈവം ആഗ്രഹിക്കുന്നു.